വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇതുപോലെ ധാരാളം UDF സ്ഥാനാർത്ഥികൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി സഖാക്കൾ തന്നെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ധാരാളം കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെമ്മാടിത്തരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് നട്ടെല്ലുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും സൈബർ ആക്രമണം നടത്തിയാൽ മാത്രമേ വികാരപരമായി പ്രതികരിക്കുകയുള്ളൂ എന്ന നിലപാട് മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം. പി ജയരാജൻ്റെ പരാമർശം, വെണ്ണപ്പാളി എന്നുള്ള പരാമർശം എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? അത് ക്രീമി ലെയറാണെന്ന് കണ്ടുപിടിച്ച മുഖ്യമന്ത്രിക്ക് ഒരു നല്ല നമസ്കാരം ഞാൻ കൊടുക്കുകയാണ്. അത് ക്രീമി ലെയർ അല്ലെന്നും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മലയാള ഭാഷ അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്തരം പരാമർശങ്ങൾ നടത്തി ആളുകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലവാരം തകർച്ചയെ പറ്റിയാണ് ഞാൻ ദുഃഖിക്കുന്നത്. പി ജയരാജന്റെ ആ പ്രസ്താവനയെ മുഖ്യമന്ത്രി വിലക്കേണ്ടതായിരുന്നു. തെറ്റാണെന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു. അത്തരം ഒരു ആർജവം കാണിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അപ്പോൾ പരാജയം വടകരയിൽ ഉറപ്പാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി ഈ സൈബർ സേനകളെ സഹായിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനും ശ്രമിക്കുന്നത്. അപ്പോൾ മോഡിക്കെതിരെ പോസ്റ്റിട്ടാൽ കേസെടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി UDF സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാപകമായ തോതിൽ കേരളമൊട്ടാകെ സൈബർ ഇടങ്ങളിൽ പ്രചരണം, മോശമായ പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അപ്പോൾ വടകരയിൽ പരാജയം ഉറപ്പായി എന്ന് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കളത്തിൽ ഇറങ്ങി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. വടകരയിൽ ഇപ്പോൾ തന്നെ ശ്രീ ഷാഫി പറമ്പിൽ ഒരു വള്ളപ്പാട് മുന്നിലാണ്. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങളുടെ വികാരം അതാണ്, ജനങ്ങളത് ആഗ്രഹിക്കുന്നു. നമ്മളൊരു കാര്യം പറയാം, അതിന് യഥാർത്ഥത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തടയാൻ രാജ്യത്തെ നിയമമുണ്ട്. അത് സത്യസന്ധമാകണം, ഏകപക്ഷീയമാകരുത്. എല്ലാവർക്കും ഒരുപോലെ നീതിയും നിയമങ്ങളും ബാധകമാകണം. അതാണ് ഞാൻ പറഞ്ഞത്. KK രമയ്ക്കെതിരെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപം ഉയർത്തിയാൽ പ്രശ്നമില്ല, ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞാൽ കുറ്റമാണ്. ആ നിലപാട് ശരിയല്ല. അതെല്ലായിടത്തും ഒരുപോലെ കാണാൻ തയ്യാറാകണം. കാസർഗോഡ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ എതിർ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വർഗീയത ആളിക്കത്തിക്കത്തക്ക നിലയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടു. അതിനെതിരെ എന്താ കേസെടുക്കാത്തത്? അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നീതി നൽകാനുള്ള ബാധ്യത പോലീസിനുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്, നീതി നിർവഹണ സംവിധാനത്തിനുണ്ട്. ഞാൻ ചോദിട്ടെ, പാനൂരിൽ ബോംബ് ആക്രമണം ഉണ്ടായി, ബോംബ് നിർമ്മിച്ച ഒരാൾ മരിച്ചു. ഞങ്ങൾ പറഞ്ഞോ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ബോംബ് നിർമ്മിക്കാൻ പ്രേരണ കൊടുത്തത്? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? അവിടെ ആരാണ് ഉത്തരവാദി? CPI DYFI കണ്ടാൽ പോലും ME ഗോവിന്ദ മാസ്റ്റർക്ക് അറിയില്ല ഇതാരാണ്. DYFIയുടെ പേര് പോലും ഗോവിന്ദ മാസ്റ്റർ കേട്ടിട്ടില്ല. സെക്രട്ടറി ആയ ശേഷം DYFI പോഷക സംഘടനയുമല്ല, അദ്ദേഹത്തിന് അറിയത്തുമില്ല എന്നാണ് പറയുന്നത്.
അപ്പം ഇങ്ങനെയുള്ള പാനൂരിലെ ബോംബ് നിർമ്മാണത്തെപ്പറ്റി എന്താണ് CPM പറയാനുള്ളത്? മുഖ്യമന്ത്രി ഇത്രയും സൂര്യതാഴെയുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റി പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് പാനൂർ ബോംബ് അക്രമത്തെപ്പറ്റി അദ്ദേഹം പ്രതികരിക്കാത്തത്? ആ പ്രതികളെ രക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത്? ശരിയായ അർത്ഥത്തിൽ ഈ കേസ് UAPA സെക്ഷൻ 15 അനുസരിച്ച് കേസ് ചുമത്തേണ്ട ഒരു കേസാണ്. UAPA ആക്ടിൻ്റെ 15 പറയുന്നത് ബോംബ് നിർമ്മാണത്തിലൂടെ സ്കെയർ ഉണ്ടാക്കുക, ജനങ്ങളെ ഭീതിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ വകുപ്പ് അട്രാക്ട് ചെയ്യപ്പെടുമെന്നാണ്. വാസ്തവത്തിൽ പാനൂർ കേസിലെ പ്രതികൾക്കെതിരായി UAPA ചുമത്തണം. മാത്രമല്ല അത് NIA അന്വേഷിക്കണം. അല്ലെങ്കിൽ ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല. ഇത് കേരള പോലീസ് വിട്ടില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ NIA അന്വേഷിക്കേണ്ടി വരും, UAPA ചുമത്തേണ്ടി വരും. കാരണം ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറയുന്നത് ഈ കേസ് എത്രയും പെട്ടെന്ന് UAPA ചുമത്തി NIAക്ക് കൊടുക്കുകയാണ് ശരിയായ വഴി. അല്ലെങ്കിൽ നാളെ ഇത് കൊടുക്കേണ്ടി വരും. ഇതിവിടെ കേരള പോലീസ് അന്വേഷിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്തിനാണ് ഇവിടെ ബോംബ് നിർമ്മിക്കുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് പിടിക്കുക എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബുണ്ടാക്കി എതിർ സ്ഥാനാർത്ഥിയുടെ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണോ വേണ്ടത്? അതിനെപ്പറ്റി എന്താ മുഖ്യമന്ത്രി മിണ്ടാത്തത്? ഒരക്ഷരം അദ്ദേഹം സംസാരിച്ചില്ലല്ലോ. അപ്പോൾ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അക്രമങ്ങൾ നടത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൽ അനഭിലഷണീയമായൊരു പ്രവണതയാണ്. അത് തെറ്റായൊരു മാർഗമാണ്. ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ആരുടെ ശ്രദ്ധയിൽപ്പെടുത്താലും പെടുത്തിയില്ലേലും കേരള പോലീസിൻ്റെ കയ്യിൽ ഈ സംഭവം നിൽക്കില്ല. നമ്മുടെ രാജ്യത്തെ നിയമമാണ് UAPA 15. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. UAPA സെക്ഷൻ 15 അനുസരിച്ച് ഈ കേസ് UAPA ചുമത്തേണ്ടി വരും. ഈ ഗവൺമെൻറ് അത് ചുമത്താതിരിക്കുന്നത് സ്വന്തം ആളുകളായതുകൊണ്ടാണ് അവർ ചുമത്താത്തത്. പക്ഷേ നാളെ ഇത് ചുമത്തേണ്ടി വരും, NIA അന്വേഷിക്കേണ്ടി വരും, ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കേണ്ടി വരും. ഇത് ചെയ്ത ആളുകളുടെ പേരിൽ കർശനമായ നടപടികളിലേക്ക് ഇത് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ വ്യക്തികളുടെ ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും അഭിപ്രായങ്ങൾ ചെയ്താൽ അതിനിപ്പോൾ ഷാഫി പറമ്പിൽ ഉത്തരവാദിയാണോ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഉത്തരവാദിയാണോ? ഞങ്ങളങ്ങനെ പറയാറില്ല. പക്ഷെ ഒരു ഭാഗത്തെ മാത്രം പറയുകയും മറ്റൊരു ഭാഗം കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എല്ലാ തമ്മാടിത്തരങ്ങളെയും ഒരുപോലെ കാണാൻ തയ്യാറാകണം. അതെന്താ കാണാത്തത്? തൻ്റെ പാർട്ടിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രം കാണുകയും മറ്റുള്ള പാർട്ടിക്കാർക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെമ്മാടിത്തരമല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഏറ്റവും അപഹാസ്യമായിട്ടുള്ളത്. ആരെങ്കിലും ഞാനതാണല്ലോ പറഞ്ഞത്, സൈബർ ഇടവെന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും പണ്ടൊക്കെ പത്രമാധ്യമങ്ങളിൽ ഏതാ അതിപ്പം എല്ലാവരെയും ഇത്തരത്തിൽ ഈ നടപടികളോട് ഞങ്ങളാരും യോജിക്കുന്നവരല്ല. ആരുടെ പേരിലും ഇത്തരം സൈബർ ഇടങ്ങളിൽ ആക്ഷേപിക്കുന്നതിന് ഞങ്ങളാരും യോജിക്കുന്നവരല്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിയമ നടപടി എടുക്കട്ടെ. പക്ഷേ അത് സത്യസന്ധമാകണം, ഏകപക്ഷീയമാകരുത്, ഒരു കൂട്ടർക്കെതിരായി മാത്രമാകരുത്. ഒരു കൂട്ടം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ അക്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. അതാണ് എൻ്റെ പോയിന്റ്. തീർച്ചയായിട്ടും എടുക്കണം. അതേ ഞാൻ പറഞ്ഞത്. P. ജയരാജൻ്റെ ആ പദപ്രയോഗം എന്തടിസ്ഥാനത്തിലാണ്? അത് ക്രീമി ലെയറാണെന്ന് മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ആ വാദം അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണ്. ഹൗ ക്യാൻ ഹി ഡിഫൈൻ ആസ് എ ക്രീമി ലെയർ? എങ്ങനെ പറയാൻ കഴിയും? ആരദ്ദേഹത്തിനോട് ഉപദേശിക്കുന്നത്? ആ പദപ്രയോഗം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ തോതിലുള്ള വെറുപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ P. ജയരാജനെ പോലെയുള്ള ഒരാളത് പറയുമ്പോൾ അത് പറയാൻ പാടുണ്ടോ? അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കണ്ടേ, കേസെടുക്കണ്ടേ? അത് ക്രിമിനൽ ലെയറാണെന്ന് അദ്ദേഹത്തിന് ആരാ പറഞ്ഞു കൊടുത്തു? മുഖ്യമന്ത്രി ഏത് ഡിക്ഷണറി അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അങ്ങനെ ഒരു സ്ഥലമായി പാനൂർ മാറിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ കാര്യമാണല്ലോ. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷണം ശരിക്കും നടക്കേണ്ട. അവർ പറഞ്ഞതാണ് ശരിയെങ്കിൽ
എ പി ജയരാജൻ പാനൂരുകാരെ അപമാനിക്കരുത്. പാനൂര് നമ്മളൊക്കെ എത്രയോ തവണ പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. പാനൂരുകാരങ്ങനെ ബോംബുണ്ടാക്കുന്നവരൊന്നുമല്ല. പാനൂരുകാർ നല്ല ആളുകളാണ്, സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ്, കഴിവുള്ള ആളുകളാണ്. അവരുടെ ജോലി മുഴുവൻ ബോംബ് കച്ചവടമാണെന്നും ബോംബ് നിർമ്മാണമാണെന്നും ജയരാജൻ പറയുന്ന നാട്ടുകാരെ ആക്ഷേപിക്കുകയാണ്. ഞങ്ങൾ ആക്ഷേപത്തിനില്ല. പക്ഷേ ഇവിടെ ചില ആളുകൾ CPM-മായി ബന്ധമുള്ള ചില ആളുകൾ അവർ ബോംബ് നിർമ്മിച്ചു, അതിലൊരാൾ ബോംബ് പൊട്ടി മരിച്ചു. അല്ലാണ്ട് പാനൂരുകാർ മുഴുവൻ ബോംബുണ്ടാക്കി ജീവിക്കുന്നവരാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. നിങ്ങൾക്കത് കാത്തിരുന്ന് കാണാം. കാരണം ഈ കേസ് അതീവ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. പുതിയ UAPA ഭേദഗതി നിയമം അനുസരിച്ച് സെക്ഷൻ 15-ൽ ബോംബ് നിർമ്മാണം, ബോംബ് പൊട്ടിയ മരിക്കുക, സ്കെയർ ഉണ്ടാക്കുക, അതെല്ലാം സെക്ഷൻ 15 വായിച്ചു നോക്കണം. അത് സെക്ഷൻ 15-ൽ ഉൾപ്പെടുന്നതാണ്. ഇത് UAPA ചുമത്താതെ കേരള പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ അന്വേഷണം NIA-യിലേക്ക് നീളും. ഇന്നല്ലെങ്കിൽ നാളെ അത് പോകും. എത്രയും പെട്ടെന്ന് അത് വിടുന്നതാണ് ഗവൺമെൻറ് നല്ലത്.